എന്റെ നാഗപ്പൻ ചേട്ടാ, ദേ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയെന്നും പറഞ്ഞ് ഘോര അദ്ദേഹത്തിനോ എനിക്കോ ഗഗനോ നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുപേക്ഷിച്ച് പോയിന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. എനിക്കത് അറിയാനുള്ള താല്പര്യവുമില്ല. എന്റെ വിക്രമ, വേറൊന്നിനും വേണ്ടിയിട്ടില്ല ഞാനൊന്നും വേണ്ടെന്ന് വെച്ചത്. എന്റെ മോന് വേണ്ടിയിട്ടാ. അവന് ഞാൻ ഈ മോഷണവും കൊട്ടേഷനുമായിട്ട് നടക്കുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇനി അതിന്റെ പേരില് അവൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതെല്ലാം വെച്ച് മതിയാക്കിയത്. പക്ഷേ ഉള്ളത് പറയാലോ, അതൊക്കെ ഒരു അബദ്ധമായെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു വിക്രമ. ഇപ്പൊ ചേട്ടൻ ചിന്തിക്കുന്നതാണ് അതിന്റെ കറക്റ്റ്. എന്റെ ചേട്ടാ, ഒരിക്കൽ തുനിഞ്ഞിറങ്ങിയ പിന്നെ അതിനൊരവസാനം കണ്ടിട്ടേ നമ്മൾ തിരിച്ചു കയറാവൂ. അല്ലാതെ ആർക്ക് വേണ്ടിയും പകുതി വഴിക്ക് വെച്ച് ഒന്നും മതിയാക്കി വെച്ച് പോകരുത്. എന്റെ ഒരു ലൈനതാ. അതുകൊണ്ടല്ലേ ഇത്രയും തിരിച്ചടികൾ ഉണ്ടായിട്ടും ഞാൻ ഘോര അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത്. എപ്പോഴായാലും നമുക്കൊരു വിജയം ഉറപ്പാ. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇപ്പൊ തന്നെ ഘോരയുടെ പ്രതാപകാലം അസ്തമിച്ചു എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ പാമ്പ് പടം പൊഴിക്കുന്ന പോലെ അയാള് പടം പൊഴിച്ച് വേറൊരു അവതാരം എടുത്തത് എന്തിനാണെന്നാ നാഗപ്പൻ ചേട്ടന്റെ വിചാരം? അയാള് വിചാരിക്കുന്ന കാര്യം അയാള് നേടിയെടുക്കും. ഇപ്പൊ തന്നെ ആ ദേവൂട്ടിയെ ഗഗനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാ നാഗപ്പൻ ചേട്ടന്റെ വിചാരം? അത് പിന്നെ അവൻ ആ പെങ്കച്ചിനോട് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അവന് പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അവന്റെ താല്പര്യം മറ്റു ചില കാര്യങ്ങളിലാ. മറ്റു ചില കാര്യങ്ങളോ? അതെന്താടാ വിക്രമ? അത് പിന്നെ ഘോരയായിട്ടാ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു കനൽ വാരിയിട്ടത്. എന്റെ നാഗപ്പൻ ചേട്ടാ, ഗഗൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അവന്റെ ഉദ്ദേശ്യം മറ്റു ചിലതാ. എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറയ വിക്രമ. അതെ, അവൾ ആളൊരു മിണ്ടാപ്രാണിയാണെങ്കിലും ഇപ്പൊ അവളെ സഹായിക്കാൻ ഒരു കിളിപോയ വല്യമ്മ ഒന്ന് കയറിയിട്ടുണ്ട്. തറവാട്ടമ്മയെന്നൊക്കെയാ അവരെ വിളിക്കുന്നത്. പൂത്ത കാശ. പോരാത്തതിന് കിലോ കണക്കിന് സ്വർണവും അവരുടെ പക്കലുണ്ട്. അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോടികൾ വിലമതിക്കുന്ന സ്വർണവും രത്നവും. അതെയോ? അതെന്നേ. അതെല്ലാം അവർ ഈ ദേവൂട്ടിക്ക് കൊടുക്കാൻ പോവാ. ഗഗന് അതിലൊരു കണ്ണുണ്ട്. കല്യാണം കഴിഞ്ഞാൽ അതെല്ലാം മോഹവിലയ്ക്ക് വിറ്റവൻ കാശാക്കും. പിന്നെ ഈ പറയുന്ന ദേവൂട്ടിയുടെ കൂടെ ജീവിക്കണമെന്നൊന്നും അവന് യാതൊരു താല്പര്യവുമില്ല. കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് അവൻ അവളെയും കൊണ്ട് മുംബൈക്ക് പറക്കും. അവിടെ അവൻ കോടീശ്വരന്മാർക്ക് അവളെ കാഴ്ചവെക്കും.